കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ കടലിലെ ഒരു ജീവിത രീതി. കിട്ടുന്ന സ്ഥലത്ത് എല്ലാവരും കൂടെ അടുത്തടുത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങും. ഇവർ ഒന്നിച്ചൊന്ന് കൂട്ടുകാരാണ്. ഒരു 5 ബംഗാളികളുണ്ട്. ഇത് വേറെ ബോട്ടൊന്നും തൊട്ടടുത്തൊന്നും ഇല്ല. ഇത് നമ്മുടെ വാട്ടർ ക്യാൻ, കുടിക്കാനായിട്ട് വെള്ളം, ക്യാൻ വെള്ളമാണ് എടുക്കുന്നത്. ഇത് ഒരു 10 RPM-ലാണ് ഇപ്പോൾ ബോട്ട് ഓടുന്നത്. കാരണം ഡീസൽ ലാഭിക്കാൻ വേണ്ടിയാണ്, പ്രത്യേകിച്ച് വേറെ ഉദ്ദേശമൊന്നുമില്ല. കാരണം കുറച്ചുകൂടെ തെക്കോട്ട് ഓടിയിട്ട് കഴിഞ്ഞ് വലയെടുത്തോളൂ. വലയെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് 2 സൈഡിലും വേറെ ബോട്ടുകളൊന്നും കാണാനില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് വലിയ ബോട്ടായതുകൊണ്ട് ഏത് സൈഡ് വേണമെങ്കിലും ചുരുണ്ട് കൂടാം. ഇതിപ്പം കിഴക്കുന്ന വെയിൽ ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ, പടിഞ്ഞാറേ സൈഡിൽ തണൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരവിടെ നൈസായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അതേണ്ടത് ഇപ്പുറത്ത് ഭാഗത്ത് നല്ല വെയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടന്നേക്കുന്നത്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ആങ്കറാണ്. ഇതേണ്ടതാ, ഈ സൈഡ് ഫുള്ള് വെയിലാണ്. ഇത് നമ്മുടെ അഡീഷണൽ റോപ്പുകളാണ്. അതായത് നമ്മുടെ വലയോടൊപ്പം തന്നെ കെട്ടി വെള്ളത്തിലേക്ക് ഇറക്കുന്ന റോപ്പാണിത്. ഇത് നല്ല വെയിലുണ്ട്. ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വല എടുത്തിട്ട് പണി മോശം ഒന്നുമില്ല. ഇത് ഒരു നേരത്തെ ആഹാരം കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ചോറാണ്. അത് തികയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പീറ്ററണ്ണൻ അടുത്ത അരി കഴുകിയിടാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ പാത്രങ്ങൾ ഇട്ട് വയ്ക്കുന്ന റാക്കും വലയുമാണ്. അവിടെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് നമ്മുടെ ചാമ്പ് പമ്പ്, കൈകാല് കഴുകാനും അത്യാവശ്യത്തിന് വെള്ളം എടുക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ടാങ്ക് നമ്മുടെ എൻജിൻ കള്ളിക്കകത്താണ് കേട്ടോ. 2 സൈഡിലുമായിട്ട് ഒരു മൊത്തത്തിൽ ഒരു 2000 ലിറ്ററോളം വെള്ളം കൊള്ളും. പിന്നെ ഈ തമിഴ് ആളുകൾ പോകുന്ന ബോട്ടിൽ കുക്കറിലുള്ള ചോറ് വെപ്പാണ്. മലയാളികൾക്ക് പിന്നെ ആ പരിപാടിയില്ല. കലത്തിലുള്ള ചോറ് വെപ്പേ ഉള്ളൂ. ഇഷ്ടത്തിന് അവരവർക്ക് എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാം. പിന്നെ പാചകം ചെയ്യാൻ താല്പര്യമുള്ളവർ പാചകം ചെയ്തോണം, അത്രയേ ഉള്ളൂ. പിന്നെ സ്നാക്സ് ഐറ്റവും ബേക്കറി ഐറ്റവും ഒക്കെ ഉണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കഴിക്കാം. ആരും ഒന്നും പറയത്തൊന്നുമില്ല. പിന്നെ ചായ ഇടയ്ക്കിടയ്ക്ക് ഇടും. അത് ഒരു തവണ പാൽ ചായ ഇട്ടാൽ 2-3 തവണ കട്ടൻ ചായ ആയിരിക്കും. പാലങ്ങനെ എപ്പോഴും നമ്മൾ കുടിക്കത്തില്ല, കഫക്കെട്ടിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും ഇപ്പോൾ നല്ല റെസ്റ്റിലാണ്. കാരണം വല ഇട്ടിട്ടില്ല. വല സൈഡിലെല്ലാം സൈസാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഗ്രൗണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ബോട്ടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബോട്ടിലെ ഒരു ജീവിത രീതി. പണിയുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിലത്ത് നിന്ന് പണിയെടുക്കുക. പണിയില്ലാത്ത സമയത്ത് കിട്ടുന്നിടത്ത് കിടന്നുറങ്ങുക, റെസ്റ്റ് എടുക്കുക, ഫോണൊക്കെ നോക്കി പടമൊക്കെ കണ്ടിരിക്കുക. ഇത് നമ്മുടെ സ്റ്റൗവ്, കിച്ചൺ കള്ളി, മസാലയുടെ ഏരിയ, ഇത് റേഷൻ വയ്ക്കുന്ന ഏരിയ. ഇവിടെ ആളുകൾക്ക് കിടന്നുറങ്ങാം. മുട്ട, ഫുഡ് ഐറ്റം എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ കൂട്ടുകാർ, ഇതാണ് നമ്മുടെ വീടിന് തുല്യമായ ബോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. ബൈ.